കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വർഷത്തെ ഈ കോൺഫറൻസിന് ലഭിച്ചിട്ടുള്ള തിരഞ്ഞെടുത്ത തീം എന്ന് പറയുന്നത് ഇന്നലെ രാത്രി മുതൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എത്ര ശക്തമായതും ആനുകാലികമായി പ്രസക്തിയുള്ള ഒരു തീമാണെന്ന് പറഞ്ഞ് അത് മുഴുവൻ അർത്ഥത്തിൽ പറയുവാൻ എൻ്റെ വാക്കുകൾക്ക് പരിമിതിയുണ്ട്. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് തന്നെ ഈ ദൈവദാസന്മാർക്ക് ഏൽപ്പിച്ചു കൊടുത്ത അനുഗ്രഹീതമായ ഒരു തീമാണ്, ഒരു വാക്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ ഈ വാക്യത്തിലൂടെ നമ്മളൊന്ന് ധ്യാനിക്കുന്ന സമയത്ത് കർത്താവേ എന്നോട് ഇടപെടണമേ എന്നൊരു പ്രാർത്ഥനയുള്ളവർ മാത്രം കൈകളെ ഒന്ന് ഉയർത്താം. വെറുതെ ആരും ഉയർത്തരുത്. കാരണം കുറച്ച് നിമിഷങ്ങളേ ഉള്ളൂ നമ്മൾ ഒരുമിച്ച് ഈ ഒരു തീമിലൂടെ ദൈവം എന്നോടൊന്ന് സംസാരിക്കണം, എൻ്റെ കുടുംബത്തോടൊന്ന് ഇടപെടണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ആമോസ് പ്രവാചകന്റെ പുസ്തകം 3-ാമത്തെ അധ്യായം, അതിൻ്റെ 1, 2, 3 വാക്യങ്ങൾ. 3-ാമത്തെ വാക്യമാണ് നമ്മുടെ കുറിവാക്യമെങ്കിലും 1-ാം വാക്യം മുതൽ ഒന്ന് വായിച്ചാലേ അതിൻ്റെ യഥാർത്ഥമായ അർത്ഥം വേണ്ടുവോളം മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. 3-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ഒന്ന് വായിക്കാം. 3-ാം അധ്യായം 1 മുതൽ. ഇംഗ്ലീഷ് പരിഭാഷയാണെങ്കിലും സാരമില്ല, മലയാളമാണെങ്കിലും വ്യത്യസ്തമായ ട്രാൻസ്ലേഷൻ ആണെങ്കിലും സാരമില്ല. എന്നാൽ എല്ലാവരും കൂടെ ഉറക്കെ നമുക്കൊന്ന് വായിക്കാമോ? 3-ന്റെ 1 മുതൽ. ഇസ്രായേൽ മക്കളെ, നിങ്ങളെക്കുറിച്ചും ഞാൻ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ച സർവവംശത്തെക്കുറിച്ചും യഹോവ അരുളി ചെയ്തിരിക്കുന്ന ഈ വചനം കേൾപ്പീൻ. ഭൂമിയിലെ സകല വംശങ്ങളിലും വെച്ച് ഞാൻ നിങ്ങളെ മാത്രം തെരഞ്ഞെടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അകൃത്യങ്ങളൊക്കെയും നിങ്ങളിൽ സന്ദർശിക്കും. 2 പേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുവാൻ നടക്കുമോ? ഈ ഒരു പ്രവചന പുസ്തകം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമ്മൾ പ്രസംഗങ്ങൾ കേൾക്കാൻ വളരെ സാധ്യതകൾ കുറവുള്ള ഒരു പുസ്തകമാണ് ഈ ആമോസ് പ്രവാചകന്റെ പുസ്തകം. ഏകദേശം 750 BC-യിൽ വടക്കേ രാജ്യം 10 ഗോത്രങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഇസ്രായേൽ ജെറോബെയാം 2-ന്റെ നേതൃത്വത്തിൽ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി, നല്ലതായിട്ട് രാഷ്ട്രീയ അന്തരീക്ഷം ഒക്കെ സെറ്റിലായിരിക്കുന്ന ഒരു സമയം. പ്രോസ്പെരിറ്റി, പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി മാത്രമല്ല, പ്രോസ്പെരിറ്റി അതിൻ്റെ ഉച്ചകോടിയിൽ നിൽക്കുന്ന ഒരു സമയം. ഇനി ആരാധിക്കാൻ ഇടമുണ്ടോ? ബഥേലിലും ഗിൽഗാലിലും റിലീജിയോസിറ്റി അറ്റ് ഇറ്റ്സ് പീക്ക്. താഴോട്ട് നോക്കിയാൽ യഹൂദ 2 ട്രൈബ്സ് നോക്കിയാൽ അവിടെയും അസറിയായുടെ നേതൃത്വത്തിൽ ടെമ്പിളിൽ വർഷിപ്പ് നടക്കുന്നു. ഫോർട്ടിഫൈഡ് സിറ്റീസ്, ഉയർന്ന മതിലുകളും ഗേറ്റുകളും ഒക്കെയായി. ഒരുപക്ഷെ അവർക്ക് പറയാൻ സാക്ഷ്യമുള്ളത്, ഓയോ വി വെയർ സ്ട്രഗിളിംഗ് ഇൻ 931 BC. ശലോമോൻ മരിച്ച സമയത്ത് ഞങ്ങൾ ചിന്തിച്ചു എന്തുവാകും, തമ്മിൽ അടിച്ച് ഞങ്ങൾ ഇല്ലാതാകുമോ? ശലോമോൻ മരണപ്പെട്ട് 10 ഗോത്രങ്ങൾ വടക്കും 2 താഴെയുമായപ്പോ ചിലരെങ്കിലും പറയും, we thought it's over, we are chosen for a purpose, but now it looks like we have become so inward, fighting with each other, we are gone. പക്ഷെ അടുത്ത തലമുറ പറയുന്നത്, no, our God is faithful. 10 ഗോത്രങ്ങളെ അവിടെ ദൈവം സൂക്ഷിക്കുന്നു. അവരവരുടെ റിലീജിയസ് എത്നിക് ഐഡന്റിറ്റിയിൽ അവർ പറയുന്നത്, we are not like Judah, we are blessed. താഴോട്ട് ചെല്ലണം, യഹൂദയിലുള്ളവർ പറയും, we are not like the north people, we have Jerusalem, we have Bethlehem, we are blessed. കോമ്പറ്റീഷൻ, ആരാ അനുഗ്രഹിക്കപ്പെട്ടത് എന്ന് കാണിക്കാൻ വേണ്ടി അവരിങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് ആ പ്രത്യേക കാലഘട്ടത്തിൽ ഒരു ദയയില്ലാത്ത, ഒരൽപ്പം പോലും സഹിഷ്ണുതയില്ലാത്ത പ്രവാചക ശബ്ദം. ആമോസ് പ്രവാചകൻ തുടങ്ങുന്നത് ഡമസ്കസിലുള്ളവരെ കുറിച്ച് പറഞ്ഞാണ്.
1-ാം അധ്യായം അതിന്റെ 3 മുതലുള്ള വാക്യങ്ങളിൽ ദമശ്കസിനെ കുറിച്ച്, ഡമാസ്കസിനെ കുറിച്ച് നമ്മൾ പലപ്പോഴും മറ്റുള്ളവർക്കുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോ പിന്മാറ്റത്തിലുള്ളവർ മടങ്ങി വരണമേ, യെസ് ഐ നോ. ചിലപ്പോൾ നമ്മൾ ചുറ്റും തിരിഞ്ഞു നോക്കും, ആ വന്നിട്ടുണ്ടോ, അദ്ദേഹം ഒന്ന് കേട്ടായിരുന്നേ, നല്ലതായിരുന്നു, അവരെ കുറിച്ചാണ് ഈ പറയുന്നത്. കുഞ്ഞുങ്ങൾ തെറ്റിപ്പോയി, എന്ത് ചെയ്യാ, ഫാമിലി വന്നിട്ടുണ്ടോ? ആമോസ് പ്രവാചകൻ ശബ്ദം തുടങ്ങുന്നത് ഡമാസ്കസ്, ദമശ്ക്. നോർത്തേൺ ട്രൈബിലുള്ളവരും സദേൺ ട്രൈബിലുള്ളവരും യെസ്, സ്പീക്ക് ടു ദം. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഞങ്ങളെപ്പോലെ അല്ലവർ. ഞങ്ങൾക്ക് ന്യായപ്രമാണമുണ്ട്, അവർക്ക് ന്യായപ്രമാണമില്ല. ഞങ്ങൾക്ക് ബഥേലുണ്ട്, ഞങ്ങൾക്ക് ഗിൽഗാൽ ഉണ്ട്, ഞങ്ങൾക്ക് ജെറൂസലേം ടെമ്പിൾ ഉണ്ട്. ഡമാസ്കസ് അടിക്കണം അവരെ. ആമോസ് പ്രവാചകൻ പറയുന്നത്, ഞാൻ അവരെ സന്ദർശിക്കാൻ പോകുന്നു, അഗ്നി അയക്കാൻ പോകുന്നു, ശിക്ഷ മടക്കിക്കളയുകയില്ല. അത് കേൾക്കുമ്പോഴേ ചിലപ്പോൾ നമ്മുടെ സ്പിരിച്വാലിറ്റി ഇരിക്കുന്നത് മറ്റുള്ളവരുടെ പണിഷ്മെന്റിനെ കുറിച്ച് കേൾക്കുമ്പോഴാണ് നമുക്ക് ഒരു വിറയിലും കൊടയിലും ഒക്കെ തോന്നും. എന്നിട്ട് ഡമാസ്കസിൽ നിന്ന് അടുത്തതിലേക്ക് പോകുന്നത് ഗാസ. അപ്പോഴും അമസ്യ ബഥേലിൽ നിന്നുകൊണ്ട് പറയുകയായിരിക്കും, ദ പ്രീസ്റ്റ്, yes, we are in the temple, we are close to the presence of God. കൊടുക്കണം ഗസായിക്ക്. അത് കഴിഞ്ഞ് ശ്രദ്ധിച്ച് കേൾക്കുക, ആമോസേ, ഇനിയുണ്ട് പലരും, നമ്മളെപ്പോലല്ലാത്ത പലരും നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. സുവിശേഷം കേട്ടിട്ട് പ്രതികരിക്കാത്തവരുണ്ട്. ഞങ്ങൾ 30 വർഷം മുമ്പ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് എന്ത് വില കൊടുത്താ ഞങ്ങൾ ഇറങ്ങിയെന്നറിയാമോ? ദമസ്കോസുകാരെ നോക്ക്, ഗസാക്കാരെ നോക്ക്, ഇവർ സുവിശേഷത്തോട് പ്രതികരിക്കാത്തവരാ, അവരെ അടിക്കണം. പ്രവാചകൻ പിന്നെയും പറയുന്നു, അടിക്കും, തീ വരും, ദഹിപ്പിച്ചു കളയും, ഇല്ലാതാക്കും. എന്നിട്ട് പറയുക, സീദോനെ കുറിച്ച് പറയുക. അപ്പൊ അമസ്യായും അസറിയായും, അമസ്യ വടക്ക് നിന്നും പുരോഹിതൻ, അസറിയ തെക്ക് നിന്നുള്ള പുരോഹിതന്മാരൊക്കെ തലകുലുക്കി കാണും. Wow, this is great. Our God lives. Our God is powerful. He punishes our enemies. Look at what is going to happen to Gaza. Look at what is going to happen to Tyre. Our God is sovereign and reigning. അത് കഴിഞ്ഞ് അവർ പിന്നെയും ശ്രദ്ധിക്കും, അടുത്ത ആരാ? ദമസ്കോസുകാർക്ക് കിട്ടി, ഗാസ കിട്ടി, ടയർ കിട്ടി. അടുത്ത അവർ നോക്കിയപ്പോ ഏദോം, അടി വരുന്നു നിനക്ക്, നിന്നെ ദഹിപ്പിക്കും, നിന്നെ ചുട്ടുകളയും, നിന്നെ താഴെയിടും. ഇവിടെ ഗ്ലോറിയുടെ ശബ്ദം കൂടിക്കൊണ്ടിരിക്കുക. കാരണം യെസ്, ദിസ് ഇസ് വാട്ട് വി വാണ്ട് ടു സീ. വി ഹാവ് ദ ബൈബിൾ, വി വർഷിപ്പ്, വി ആർ ബിലീവേഴ്സ്. കിൽ എവരിബഡി അറൗണ്ട് us. വി വാണ്ട് ടു ലിവ്. അടുത്ത അവർ ശ്രദ്ധിക്കുക, അടുത്ത ആരാ? 5-ാമതായിട്ട് വരുന്നു. അടുത്തത് അമ്മോന്യർ. അടി വരുന്നുണ്ട് നിങ്ങൾക്ക്. ചാപ്റ്റർ 1:13 onwards. അമ്മോന്യരെ, നിങ്ങൾക്ക് എന്താ വരുന്നത്? അവിടെ ശ്രദ്ധിക്കണമേ, നിങ്ങളുടെ മതിലുകൾ ഞാൻ ശിക്ഷ മടക്കിക്കളയില്ല. ഞാൻ രബായുടെ മതിലിനകത്തൊരു തീ കത്തിക്കും. അത് യുദ്ധ ദിവസത്തിലെ ആർപ്പോടും പിശറുള്ള നാളിലെ കൊടുങ്കാറ്റോടും. ഇതൊക്കെ കേൾക്കുമ്പോഴേ ഇവിടെ ബഥേലിലും ഗിൽഗാലിലും യെരുശലേമിലും ഒക്കെ ഉണർവ. താങ്ക് ഗോഡ് വി ആർ നോട്ട് ലൈക്ക് ദം. ഞങ്ങൾ ദമസ്കസിലെ പോലല്ല, ഞങ്ങൾ ഗസായിലെ പോലല്ല, ഞങ്ങൾ ടയറിനെ പോലല്ല, ഞങ്ങൾ ഏദോമിനെ പോലല്ല, ഞങ്ങൾ അമോന്യരെ പോലല്ല. അടുത്തതായി മോവാബൂടെ കേട്ടപ്പോഴത്തേന് അവരുടെ മനസ്സിൽ 6 രാജ്യങ്ങളെ കുറിച്ച് പറയുക. ദൈവം അവരെ സന്ദർശിക്കാൻ പോവുകയാണ്, ദൈവം അവരെ പണിഷ് ചെയ്യാൻ പോവുകയാണ്. യുവർ നെയ്ബേഴ്സ് ഹു ഡോണ്ട് ഫോളോ ദ ലോ, they are against you and the works of God. God is going to kill them, destroy them. And there is revival here in the tent in Bethel. There is revival in Gilgal and Jerusalem. People are crying out, yes, God, punish them. അപ്പോഴാണ് ഈ ആമോസ് തിരിയുന്നത്. 2-ാമത്തെ വാക്യവും 5-ാമത്തെ വാക്യവും താൻ തിരിയുന്നത്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. യഹൂദായുടെ ആ ശബ്ദം അങ്ങോട്ട് വന്നു കാണും. അപ്പോഴേ അമസ്യാവും അസറിയായും ഈ നോർത്തേൺ ട്രൈബിൽ വടക്കിലുള്ള 10 ഗോത്രങ്ങളും
തെക്കുള്ള രണ്ടാൾക്കാരും വെയിറ്റ് എ മിനിറ്റ്, ഇത്രയും നേരം കേട്ടത് നല്ലതായിരുന്നു, എല്ലാരെയും അടിക്കാൻ പോകുന്നു, ന്യായപ്രമാണം ഇല്ലാത്തവരെ ദഹിപ്പിക്കാൻ പോകുന്നു, സ്നാനപ്പെടാത്തവരെ തള്ളിയിടാൻ പോകുന്നു, അന്യഭാഷ ഇല്ലാത്തവരെ ദൈവം സന്ദർശിക്കാൻ പോകുന്നു. ഞങ്ങളെ പ്രവാചകൻ പറയുക, യു ജൂഡ, 3 or 4 അതിക്രമ നിമിത്തം അവർ യഹോവയുടെ ന്യായപ്രമാണം നിരസിച്ചു എന്ന് പറഞ്ഞിട്ട് 5-ാം വാക്യം, ഞാൻ യഹൂദയിൽ ഒരു തീ അയക്കും. ഇത് കേട്ടപ്പോ ആൾക്കാർ പറയുക, ദിസ് ഇസ് നോട്ട് ഫെയർ. ഞങ്ങൾ എന്തിനാ പിന്നെ രക്ഷിക്കപ്പെട്ടത്? ഞങ്ങൾ എന്തിനാ പിന്നെ സ്നാനപ്പെട്ടത്? ഞങ്ങൾ എന്തിനാ വിശുദ്ധ ജനം എന്ന് പറഞ്ഞ് ജീവിക്കുന്നത്? ഞങ്ങളും മറ്റുള്ളവരും തമ്മിൽ ഒരു വ്യത്യാസം ന്യായവിധിയോടുള്ള ബന്ധത്തിൽ ഇല്ല എങ്കിൽ, ഞങ്ങളും ദമസ്കോസുകാരും ഒരുപോലാണെങ്കിൽ, ഞങ്ങളും ഏദോമ്യരും ഒരുപോലാണെങ്കിൽ, ഞങ്ങളും മോവാബരും ഒരുപോലാണെങ്കിൽ, ഞങ്ങളും അമോന്യരും ഒരുപോലാണെങ്കിൽ, then what is the point of following God? What is the point of worshiping God? അവർക്കൊരു mental dissonance വരിക. This is not fair. God, why us? Why us? Leave us. Spare us. We have your law. We have the presence of God. We have the places of worship. We honor you. We worship you. We are covenant people. അതാ അവർക്ക് പറയാനുള്ളത്. അപ്പോഴ് ഈ യഹൂദ എന്ന് പറഞ്ഞപ്പം ഒരു പൂർണ്ണ സംഖ്യയായി. എത്ര രാജ്യങ്ങളായി? ഇപ്പോ 7 ആയി. ദമസ്കോസ് തുടങ്ങി, ഗസ ആയി, സോരിനെ കുറിച്ച് പറഞ്ഞു, ഏദോമിനെ കുറിച്ച് പറഞ്ഞു, അമ്മോന്യര് പറഞ്ഞു, മോവാബ് പറഞ്ഞു, യഹൂദയായി, ഇസ്രായേൽ ഒരു ആശ്വാസമായി കഴിഞ്ഞു. സാധാരണ പഴയ നിയമത്തിൽ ഒരു 7 എന്ന് പറയുമ്പം തീർന്നു കാണും, ആ വരവ് തീർന്നു കാണും, ജൂഡയിൽ നിന്ന് കാണും. അപ്പോഴാ 2:6 യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേലിന്റെ ആ വാക്ക് കേൾക്കുമ്പോഴേ, വാട്ട്, we are like Damascus, we are like Gaza, we are like Moab, we are like Edom. ഇസ്രായേലിന്റെ 3 or 4 എന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരോട് പറയാത്ത രീതിയിൽ അതിന്റെ 13ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. മറ്റുള്ളവർക്ക് തീയിടുമെന്ന് പറഞ്ഞു, മറ്റുള്ളവരെ ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞു. 2:13 കറ്റ കയറ്റിയ വണ്ടി അമർത്തുന്നത് പോലെ ഞാൻ നിങ്ങളെ നിങ്ങൾ ഇരിക്കുന്നിടത്ത് അമർത്തിക്കളയുമെന്ന്. ഇതാരാ കേൾക്കുന്നത്? കവരൻ പീപ്പിൾ. ഇതാരാ കേൾക്കുന്നത്? ബഥേൽ എന്ന് പേരുള്ളവർ. ഇതാരാ കേൾക്കുന്നത്? ഗിൽഗാൽ എന്ന് പേരുള്ളവർ. അവർ കേൾക്കുകയാ എങ്ങനെയാ കറ്റയെ അമർത്തിക്കളയുന്നത് എന്ന് പറഞ്ഞ ഒരു ട്രേസ് ഇല്ലാതെ അരഞ്ഞു മാറുന്നത് പോലെ. God is going to come against you. നമ്മുടെ തീം വേഴ്സ് എന്താണെന്നറിയാമോ? ഈ 8 രാജ്യങ്ങളെ ഒരുപോലെ ഒരേ ലെവലിലിട്ടു. ഡമസ്കസ് മുതൽ ഇസ്രായേൽ വരെ ഒരേ ലെവലിൽ. യു തിങ്ക് യു ആർ സ്പെഷ്യൽ, ബട്ട് യു ആർ ഓൾസോ ഗോയിങ് ടു ഗെറ്റ് ഇറ്റ് ഫ്രം ഗോഡ്. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോ ഒരു വല്ലാത്ത ചിന്ത. പിന്നെന്താ നമ്മുടെ പ്രത്യേകത? നമ്മുടെ ഇലക്ഷൻ, നമ്മളെ ചൂസ് ചെയ്തെന്നൊക്കെ പറയുന്നത് എന്തിയെ? സ്നേഹവാനായ ദൈവത്തിന്റെ കൂടെ നമ്മൾ നടക്കുമല്ലേ. നമുക്ക് അബ്രഹാമുണ്ട്, നമുക്ക് മോശയുണ്ട്, നമുക്ക് ശലോമോനുണ്ട്, നമുക്ക് രഹോബയാം ഉണ്ടായിരുന്നു, നമുക്കിപ്പോ ജെറോബയാമുണ്ട്, അമസ്യായും അസറിയായും. വി ആർ വാക്കിംഗ് വിത്ത് ഗോഡ്. സംതിങ് ഈസ് റോങ്. വാട്ട് ഈസ് ഗോഡ് ഡൂയിങ്? ആ സമയത്ത് 3-ാം അധ്യായം 1 മുതൽ നമ്മുടെ തീം ഇരിക്കുന്നത്, prophet is giving reasons to Israel and Judah. God has all the right to punish you. ദൈവത്തിന് നിങ്ങളെ അടിക്കാൻ എല്ലാ റൈറ്റും ഉണ്ട്. എന്നെ കേൾക്കുന്നുണ്ടോ എല്ലാവരും? നമ്മൾ സാധാരണ ചിന്തിക്കുന്നത്
ഒന്ന് മുങ്ങിപ്പൊങ്ങിയത് കൊണ്ട് എല്ലാം കഴിഞ്ഞു എന്നാണ്. ചിലപ്പോഴൊക്കെ സുവിശേഷം തന്നെ പറയുന്നത് ബാ എല്ലാം ശരിയാവും. You will have a friend in Jesus. You will have an all-powerful God in Jesus. Come, ജീവിതം എല്ലാം ശരിയാവും. Walk with him. ഇങ്ങനെ വാക്ക് ചെയ്ത യഹൂദയും ഇസ്രായേലും പറയുക, ഷോക്ക്. Is this why we started this journey? Otherwise we could have been like Edom, Moab. Why did we come and become covenant people in the first place? ശ്രദ്ധിക്കണം. അവിടെയാ 3-ന്റെ 1-2 ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. ഇസ്രായേൽ മക്കളെ, എന്നെ ഈ കഴിഞ്ഞ ദിവസത്തിൽ വളരെ ചിന്തിപ്പിച്ച ഒരു വിളിയാണത്. ഇസ്രായേൽ മക്കളെ. ഇവര് രണ്ടായിട്ടിരിക്കുക. വടക്ക് 10, തെക്ക് 2. പക്ഷെ ദൈവത്തിന്റെ വിളി എന്താ വരുന്നത്? വടക്കുള്ളവരെ ശ്രദ്ധിച്ചാട്ടെ, തെക്കുള്ളവരെ എൻ്റെ ചെവി ഒന്ന് തരണേ. നോ, അവിടുന്ന് ഒറ്റ വിളിയാ. രണ്ടായിട്ടൊക്കെ ഇപ്പൊ ഇരിക്കുക. പക്ഷേ ഇൻ മൈ സൈറ്റ് ഇസ്രായേൽ മക്കളെ എന്ന് വിളി തൊഴുന്ന് പറയുക, നിങ്ങളെ കുറിച്ചും ഞാൻ മിസ്രയീം ദേശത്ത് നിന്ന്. നോക്കണം, ഈ ഡിവിഷൻ ഇല്ല ദൈവത്തിന്റെ മൈൻഡിൽ. ഇപ്പം ദൈവം പറയുക, ഇസ്രായേൽ മക്കളെ, നിങ്ങളെ എല്ലാവരെയും കൂടെ മിസ്രയീം അടിമത്തത്തിൽ നിന്നും പുറപ്പെടുവിച്ച് കൊണ്ടുവന്നത് നിങ്ങൾ പ്രോസ്പെറസ് ആയിട്ട് ജീവിക്കാനല്ല, പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റിയിൽ എല്ലാം മറക്കാനല്ല. There was a mission for which you were chosen and brought out from Egypt. നോക്കണം ആ ലാംഗ്വേജ് ഇൻ വേഴ്സ് 2. നോക്കണമേ, ഭൂമിയിലെ, നമുക്ക് ഒരുമിച്ച് വായിക്കാമോ ആ 2-ാം വാക്യം? ഭൂമിയിലെ സകല വംശങ്ങളിലും വെച്ച് ഞാൻ നിങ്ങളെ, അടുത്ത വാക്ക്, ഞാൻ നിങ്ങളെ മാത്രം തിരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പൊ മോവാബോ? നോ. അപ്പൊ ഏദോമോ? നോ. അപ്പൊ ഡമാസ്കസോ? നോ. ദൈവം പറയുന്നു, ഞാൻ നിങ്ങളെ മാത്രം തെരഞ്ഞെടുത്തതാ. നിങ്ങളെ തെരഞ്ഞെടുത്തത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ 2-ാം അധ്യായം 10-ാമത്തെ വാക്യം, ഞാൻ നിങ്ങളെ മിസ്രയീം ദേശത്ത് നിന്നും പുറപ്പെടുവിച്ചു, അമോര്യന്റെ ദേശത്തെ കൈവശമാക്കേണ്ടതിന് നിങ്ങളെ 40 സംവത്സരം മരുഭൂമിയിൽ കൂടി നടത്തി. നോക്കണം, നിങ്ങളെ തെരഞ്ഞെടുത്തു, നിങ്ങളെ നടത്തി. 9 അവൻ, ഞാനോ അമോര്യനെ അവരുടെ മുമ്പിൽ നിന്ന്, അടുത്ത വാക്കെന്താ? നശിപ്പിച്ചു. ദൈവം പറയുക, ഞാൻ അമോര്യരെ നശിപ്പിച്ചു, ഞാൻ നിങ്ങളെ പുറപ്പെടുവിച്ചു, ഞാൻ നിങ്ങളുടെ മുമ്പിൽ നടന്നു. നിങ്ങളെ കൊണ്ടുവന്നത് മറ്റുള്ള രാജ്യങ്ങളെ പോലെ കപട ആത്മീകതയിൽ പിടിക്കപ്പെടാനല്ല, നിങ്ങളിലൂടെ ദൈവത്തിന്റെ തേജസ് ലോകം കാണാൻ വേണ്ടി ദൈവം പുറപ്പെടുവിച്ച്, ദൈവം ശത്രുക്കളെ നശിപ്പിച്ചു കൊണ്ടുവന്നത്. ഇസ്രായേൽ, ജൂഡ, God's dream is not for you to become like any other nation. എന്റെ മുമ്പിലിരിക്കുന്ന വാത്സല്യ സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമുക്കും പറയാനുണ്ടല്ലോ. ശരിയാ, ഞങ്ങളുടെ കുടുംബം ശപിക്കപ്പെട്ടൊരു കുടുംബമായിരുന്നു. അവിടെ സുവിശേഷം വന്നതുകൊണ്ടാ ഞങ്ങളുടെ കുടുംബത്തിൽ വെളിച്ചം വന്നത് എന്ന് പറയാനുള്ള സാക്ഷ്യമില്ലേ? ഞങ്ങൾ അന്ധതമസിൽ കിടന്നവരാ, ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് കൊണ്ടാ ഞങ്ങൾ ഇന്ന് ഇവിടെ ഇരിക്കുന്നത് എന്ന് പറയാൻ സാക്ഷ്യമില്ലേ? എനിക്കും പറയാനുണ്ടൊരു സാക്ഷ്യം. മറ്റുള്ളവരിൽ നിന്നും എന്നെ
സ്തോത്രം എന്നുള്ള വാക്ക്, ഞാൻ ചില സമയത്ത് ദൈവസന്നിധിയിൽ ഇരിക്കും, കർത്താവേ ഈ ദൈവവചനത്തിന്റെ ശുശ്രൂഷ എന്നെ ഏൽപ്പിക്കാൻ ഇത് വിദ്യാഭ്യാസത്തിന്റെയോ കുടുംബത്തിന്റെയോ ഒരു മഹിമയുമല്ലല്ലോ. അങ്ങ് അമോര്യരെ തകർത്തതുപോലെ, അങ്ങ് പുറപ്പെടുവിച്ചതുപോലെ ഒരു മിഷന് വേണ്ടി എന്നെ തെരഞ്ഞെടുത്തതല്ലേ. ആ മിഷനിൽ നമ്മൾ നിലനിൽക്കുന്നില്ല എങ്കിൽ പിന്നെ വീട്ടുപേരും കൊണ്ട് കാര്യമില്ല, പിന്നെ ബഥേൽ എന്നും ഗിൽഗാൽ എന്നുമുള്ള ബോർഡ് കൊണ്ട് കാര്യമില്ല. തീ കൊണ്ടുവരുന്നവൻ, അമർത്തിക്കളയുന്നവൻ, മുഖപക്ഷം കൂടാതെ നമ്മളെയും സന്ദർശിക്കുന്ന ദൈവമാണ്. ഞാൻ അതാ പറഞ്ഞത്, ഈ ഷാരോൺ കോൺഫറൻസിന് ദൈവത്തിനൊരു പ്രത്യേക ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം എന്ന് പറയുന്നത് വാക്ക് വിത്ത് എ ഫ്രണ്ട് എന്നുള്ളതല്ല, വാക്ക് വിത്ത് somebody whom you need to fear. He is a consuming fire. രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ തുള്ളിച്ചാടണം, ആഹ്ലാദിക്കണം, അപ്പോൾ തന്നെ വിറയ്ക്കണം. എന്റെ കൂടെ നടക്കുന്നത് ഒരു സാധാരണ മനുഷ്യനല്ല. എന്റെ കൂടെ നടക്കുന്നത് എന്റെ ഡോളറിൽ വീഴുന്ന ഒരാളല്ല. ഇത് സർവശക്തനായ ദൈവമാണ്. തന്റെ മഹത്വം മറ്റാർക്കും വിട്ടുകൊടുക്കാത്ത ഈ ദൈവത്തെ പരിചയപ്പെട്ടിട്ടുണ്ടോ നമ്മൾ? ഈ ദൈവവുമായി അഭിമുഖം നമുക്കുണ്ടായിട്ടുണ്ടോ? നമ്മൾ ഈ ദൈവത്തിന്റെ കയ്യെ പിടിച്ചാണോ നടക്കുന്നത്? ഓരോ ദിവസവും ദൈവമേ, നിന്നെ വേദനിപ്പിക്കുന്നതൊന്നും എന്നിൽ നിന്നും വരരുതേ. ചിലര് പറയുന്നത്, എന്റെ പപ്പ ഒത്തിരി അധ്വാനിച്ചു, അതുകൊണ്ട് എനിക്ക് കുഴപ്പം വരത്തില്ല. എന്റെ ഗ്രാൻഡ് ഫാദർ ഒത്തിരി ചെയ്തു, അതുകൊണ്ട് ഞാനിങ്ങനെ. ഇവിടെ അതൊന്നും പോകത്തില്ലെന്ന് മേളിലോട്ട്. ബഥേലും ഗിൽഗാലും അമസ്യായും അസറിയായും ഒക്കെ ഉള്ളിടത്തോട്ട് ദൈവം ആമോസ് എന്ന് പറഞ്ഞ സാധാരണക്കാരനെ വിട്ടുപറയുക. അവരോട് ചെന്ന് പറ, ഈ ബഥേൽ എന്ന ബോർഡ് കാണുമ്പോ ചായുന്നവരല്ല ഈ ദൈവം. ഗിൽഗാൽ എന്നുള്ള ബോർഡ് കാണുമ്പോ പണിഷ്മെന്റ് മാറ്റുന്നതല്ല ഈ ദൈവം. അതിന്റെ നടുവിലോട്ട് ഇറങ്ങി വന്ന് തന്റെ സീലും തന്റെ റാത്തും അവരെ റെസ്റ്റോർ ചെയ്യാൻ വേണ്ടി അയക്കുന്ന ദൈവമാണിത്. വാസ്തവത്തിലെ ഈ ഇസ്രായേലും ജൂഡായും ഒക്കെ എക്സ്പെക്ട് ചെയ്ത് എന്താന്ന് ചോദിച്ചാൽ, എന്റെ പോക്കറ്റിൽ ഇരിക്കുന്ന ഒരു ഗോഡ് ഞാൻ പറയുമ്പോ ഇറങ്ങി വരണം. എല്ലാ വെള്ളിയാഴ്ചയും 2 ദിവസം ഞാൻ 2 മണിക്കൂർ ഒന്ന് ഉപവസിക്കും, ഒന്ന് ഇറങ്ങി വരണേ ദൈവമേ. ഞങ്ങൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടൊക്കെ ഇരിക്കുമല്ലേ, ഞങ്ങൾ പറയുന്ന പോലൊക്കെ ചെയ്യണം, ഞങ്ങളുടെ കൂടെ വരണമേ. മറ്റെല്ലാരെയും അടിച്ചോണം, ഞങ്ങളെ തൊടല്ലേ. അവിടെ ആമോസ് പറയുക, നോക്കണേ, ആമോസിന്റെ വാക്കുകൾക്ക് സഹിഷ്ണുത ഇല്ലെന്ന് പറഞ്ഞാൽ 2:9 ഞാനോ അമോര്യനെ നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ട് നോക്കണം. അടുത്ത വാക്യങ്ങളിൽ 2:5 ഞാൻ വായിക്കട്ടെ. ഞാൻ യഹൂദയിൽ തീ അയക്കും, 2:13 കറ്റ കയറ്റിയ വണ്ടി അമർത്തുന്നത് പോലെ. 4:2 ഞാൻ ചിന്തിക്കുകയായിരുന്നു. 4:2 ഈ വിളിക്കപ്പെട്ടു, പുറപ്പെടുവിക്കപ്പെട്ടു എന്ന് പറയുന്നവരോട് പറയുക, ഞാൻ നിങ്ങളെ, അടുത്ത വാക്ക് കാണുന്നുണ്ടോ ആരെങ്കിലും? കൊളുത്തുകൊണ്ടും നിങ്ങളുടെ സന്തതിയെ ചൂണ്ടൽ കൊണ്ടും പിടിച്ച്. അയ്യോ, നോർത്ത് നോക്കിയേ, ചൂണ്ടലിൽ മീൻ വെട്ടുന്നത് പോലെ ദൈവം പറയുക, I have all the right to catch you because I have chosen you. നിങ്ങളെ തെരഞ്ഞെടുത്തത് അടി കിട്ടത്തില്ല എന്നുള്ള ഗ്യാരണ്ടി അല്ല, അടിക്കാൻ അവകാശമുണ്ടെന്ന് പറയുകയാണ്. മറ്റാർക്കും ഇല്ലാത്ത പ്രിവിലേജ് നമുക്ക് ലഭിച്ചെങ്കിൽ, ദിസ് പ്രിവിലേജ് comes with a huge responsibility to please God in all walks of our life. എന്നിട്ട് പറയുകയാണ്, അവസാന 2 വാക്യം കൂടെ വായിച്ച് ഞാൻ അവസാനിപ്പിക്കാൻ സമയം കഴിഞ്ഞു. 4:13 ഇത് നമ്മുടെ പോക്കറ്റ് വീഴുന്ന ഒരു ദൈവമാണോ? 6 രാജ്യങ്ങൾ കഴിഞ്ഞിട്ട്
യഹൂദ നമ്മുടെ ആളല്ലേ, ഇസ്രായേൽ നമ്മുടെ മോനല്ലേ, ഇതാ ദൈവമാണോ എന്നൊന്ന് നോക്കിയേ. 4:13 എങ്ങനെ ഒരു ദൈവത്തിന്റെ കയ്യിലാ നമ്മൾ കയറി പിടിച്ചേക്കുന്നതെന്നറിയാം. പർവ്വതങ്ങളെ നിർമ്മിക്കുകയും കാറ്റിനെ സൃഷ്ടിക്കുകയും മനുഷ്യനോട് അവന്റെ നിരൂപണം ഇന്നതെന്നറിയുകയും പ്രഭാതത്തെ അന്ധകാരമാക്കുകയും ഭൂമിയുടെ ഉന്നതകളിന്മേൽ നടകൊള്ളുകയും ചെയ്യുന്നൊരു ദൈവം. വായിക്കുന്ന മനസ്സിലാകുന്നുണ്ടോ ദൈവമക്കളെ? പർവ്വതങ്ങളെ നിർമ്മിക്കുകയും കാറ്റിനെ സൃഷ്ടിക്കുകയും എന്റെ ഉള്ളമറിയുകയും ഉന്നതങ്ങളിൽ നടക്കുകയും ചെയ്യുന്ന ഈ വലിയ ദൈവം, ഈ വിശുദ്ധനായ ദൈവത്തോട് ചേർന്ന് ഞാൻ നടക്കുന്നതെങ്കിൽ we got to be really careful. അവിടെ ചർച്ചിന്റെ പേരെഴുതി വെച്ചാൽ രക്ഷപ്പെടാനൊക്കത്തില്ല. അവിടെ പാസ്റ്ററുടെ മോൻ എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടാനൊക്കത്തില്ല. ഇതൊരു ട്രൈബൽ ഗോഡല്ല, ഇതൊരു ഗ്രേറ്റ് ഗോഡാണ്. എന്റെ കയ്യിൽ നിൽക്കുന്ന, ഞാൻ പറയുന്നത് ചെയ്യുന്ന ഒരു ദൈവമല്ല ഇത്. പ്രഭാതത്തെ നോക്കി അന്ധകാരമാക്കുന്ന, പർവ്വതങ്ങളെ നിർമ്മിക്കുന്ന, സമുദ്രത്തെ കയ്യിൽ വഹിക്കുന്ന ഈ വലിയ ദൈവത്തിന്റെ കൂടെയുള്ള ജേർണി, that's a dangerous journey. ഈ ദിവസങ്ങളിൽ നമ്മൾ കേൾക്കാൻ പോകുന്ന ആലോചന ആമോസ് പ്രവാചകന്റെ വാക്ക് പോലെ ഈ കോൺഫറൻസിൽ നിന്ന് നമ്മൾ കടന്നു പോകുമ്പോ 3:3 എപ്പോഴാ പറയുന്നതെന്ന് ചോദിച്ചാ, ഞങ്ങളെ മറ്റുള്ള രാജ്യങ്ങളുടെ കൂടി ഇട്ടു, നോട്ട് ഫെയർ എന്ന് പറയുമ്പോ 3:1-2 ഇറ്റ്സ് ഫെയർ ബിക്കോസ് യു ആർ ചോസൻ. God has more right to punish you. എന്നിട്ട് 3-ാം വാക്യം മുതൽ 6-ാം വാക്യം വരെ 7 റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻസ്. ആ ക്വസ്റ്റ്യൻസിന്റെ എല്ലാം ഉത്തരം നോ നോ നോ. എന്താന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സോ ഒബ്വിയസ്. ഒരു കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് പോലെ. എടാ, ഈ ചൂണ്ടയില്ലാതെ മത്സ്യത്തെ കിട്ടുമോ? ഇര കാണാതെ സിംഹം ഗർജിക്കുമോ? 2 പേർ ഒക്കാതെ അവരൊരുമിച്ച് നടക്കാനൊക്കുമോ? ഉത്തരം എല്ലാത്തിൻ്റെയും ഇല്ല ഇല്ല. ഒത്താലേ നടക്കാനൊക്കത്തുള്ളൂ, ഇര കണ്ടാലേ സിംഹം ഗർജിക്കത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇത്ര മാത്രമാ. ദൈവം വലിച്ചു വാരി പണിഷ് ചെയ്യുന്ന ദൈവമല്ല. He knows what he is doing. When he is saying I will destroy, he knows why he is saying it. റാൻഡമായി പണിഷ് ചെയ്യുന്ന ഒരു ദൈവമല്ല ഇത്. ജസ്റ്റ് ആയിട്ട് ശിക്ഷിക്കുന്ന, തെറ്റുകൾക്ക് അവൻ നമ്മളെ കറക്റ്റ് ചെയ്യുന്ന വിശുദ്ധനായ ഒരു ദൈവം. ഇന്ന് പകൽ ആ വിശുദ്ധനായ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുമ്പോഴേ നമ്മൾ സാധാരണ നമുക്കിഷ്ടം, നമ്മൾ ഇന്നലെ രാത്രി പാടിയ പോലെ എനിക്കും ഇഷ്ടം അതൊക്കെ പാടാനാ. എല്ലാ നാമത്തിനും മേലായ നാമം, ഭക്തജനം വാഴ്ത്തും നാമം, ഇതൊക്കെ പാടാനാ നമുക്കിഷ്ടം. പക്ഷേ ഈ നാമത്തിൽ ഭൂതങ്ങൾ പോകുകയും രോഗികൾ സൗഖ്യമാകുകയും മാത്രമല്ല, ഇതുപോലെ വിശുദ്ധമായ ഒരു നാമം ഈ ലോകത്തിലില്ല. ഇതിനെ ദൈവം നോക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാമോ? ജൂഡായോടും ഇസ്രായേലിനോടും പറയുന്നേ, നിങ്ങൾ എൻ്റെ നാമത്തെ അപമാനിച്ചു. ഈ വിശുദ്ധമായ നാമത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് ലോകത്തിലുള്ള മനുഷ്യരെ പോലെ കോംപ്രമൈസിങ് ലൈഫ് സ്റ്റൈൽ ജീവിക്കുന്നത് കൊണ്ട് വിശുദ്ധനായ ദൈവം പറയുക, ഞാൻ ഒരു കൂട്ടിലിരിക്കുന്ന ബിംബയെ പോലൊരു ദൈവമല്ല. ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച നിങ്ങളെ എൻ്റെ മഹത്വത്തിനായി തെരഞ്ഞെടുത്ത വിശുദ്ധനായ ദൈവമാണ് ഞാൻ. എൻ്റെ കയ്യാൽ പിടിച്ചാൽ നിങ്ങൾ നടക്കുന്നത്. You be careful, agree with me and walk. Share my burden, share my will, share my attitude and let's walk together. ഒരു കവനന്റിൽ പ്രവേശിച്ചവർ ദൈവത്തിന്റെ ഇഷ്ടം അറിഞ്ഞ് ജീവിക്കണം. നമ്മുടെ കരങ്ങളെ അടിച്ച് ദൈവത്തിന് ഒരു മഹത്വം കൊടുക്കാവോ? ഈ വലിയവനായ ദൈവം ഈ വചനങ്ങൾ ഈ ദിവസങ്ങളിൽ നമ്മളെ കേൾപ്പിക്കുന്നതിനായി ഒരു പ്രാവശ്യം കൂടെ കൈകളെ അടിച്ച് ദൈവത്തിനൊരു മഹത്വം. വിശുദ്ധനായ ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് മഹത്വം കരേറ്റുന്നു.